മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനുമൊപ്പം പാലക്കാടും വയനാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും അതിനോടൊപ്പം തന്നെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശ്. അവിടെ 9 ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പ് യോഗിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട് കഴിഞ്ഞാൽ യോഗിക്ക് ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. ഏതായാലും അവിടെ നിലവിലുള്ള 9 സീറ്റുകളിൽ 3 സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. ബാക്കി 6 സീറ്റും സമാജ്വാദി പാർട്ടിയുടെയോ പ്രതിപക്ഷ കക്ഷികളുടെയോ സീറ്റുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ അനുസരിച്ച് ആ 9-ൽ 6 സീറ്റുകൾ BJP നേടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വിജയം തന്നെ UP-യിൽ നേടും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാക്കം പോയ BJPയുടെ ഒരു തിരിച്ചുവരവാണ് UP-യിൽ എല്ലാ എക്സിറ്റ് പോളുകളും കാണിക്കുന്നത്. ടൈംസ് നൗ ആണ് ആദ്യം ഈ പറഞ്ഞിരിക്കുന്നത് 9-ൽ 6 സീറ്റുകൾ BJP നേടും, 3 മാത്രമാണ് SP നേടുന്നത്. കാരണം ആ BJPക്ക് ഉണ്ടായിരുന്ന 3 സിറ്റിംഗ് സീറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സമാജ്വാദി പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും കോട്ട കൊത്തളങ്ങളായിരുന്നു. അവിടെയാണ് ഇപ്പോൾ 6 സീറ്റിലേക്ക് BJP ജയിക്കുമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ന്യൂസ് എക്സും അതിന് അടുത്ത് നിൽക്കുന്ന കണക്കാണ് നൽകിയിരിക്കുന്നത്. 5ഉം 4ഉമാണ് അവർ നൽകിയിരിക്കുന്നത്. മറ്റു സർവേകളെല്ലാം തന്നെ 5, 6 എന്നുള്ള കണക്കിലേക്ക് പോകുന്നു. ഏതായാലും ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് BJPക്ക് ആശ്വാസകരമാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ. എക്സിറ്റ് പോളുകൾ എത്രത്തോളം കൃത്യമാകും എന്നുള്ളതിൽ ഉറപ്പില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നുള്ളതും സത്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.